ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ശബരിമല കൊള്ള ഇപ്പോൾ ധാരപാലക ശില്പം എടുത്തു മാറ്റിയത് സംബന്ധിച്ച് ഡയമണ്ട് മണി, പിന്നെ നമ്മുടെ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ ചോദ്യം ചെയ്ത് ഉടനെ തന്നെ അറസ്റ്റിലാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അതുമാത്രമല്ല, ഇപ്പോൾ 7 ഡി വിജയകുമാർ ഉൾപ്പെടെ 7 പേര് പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെയും കൂടി സ്വർണം കണ്ടെത്തി. ഇത്രയും 30 കിലോ സ്വർണം പറയുമ്പോൾ ചില്ലറക്കല്ല, കോടിക്കണക്കിന് രൂപ ഇവിടെ സ്വർണ്ണമാണ്. ഈ അന്താരാഷ്ട്ര കമ്പനിയുമായിട്ടുള്ള ബന്ധമാണ് ഇവരെ CPM-നെ ഇതിലെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വർണം കട്ടെടുത്തിൽ പോയിട്ട് ഇതിലൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് CPM-ൻ്റെ കണ്ടെത്തൽ. അവരിനി മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ഗോവിന്ദ മാഷും പിണറായി വിജയനും. എന്നാൽ അതല്ല സ്ഥിതി. 400 രൂപ പെൻഷൻ കൂട്ടി പറഞ്ഞ് ആഘോഷിച്ച് നടന്ന ആളുകൾ ഇപ്പോൾ സ്വർണം കട്ടതിലൂടെ പരനാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും പറഞ്ഞ മാതിരി, ആർക്കും ഒരു നാൾ വരും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ സ്ഥിതി. മോഹൻലാൽ ശ്രീനിവാസൻ പടത്തിൽ 100 പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ പിടിക്കപ്പെടും എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ച് കൊണ്ടുപോയവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്, ദുരനുഭവമാണ്. അത് മനസ്സിലാക്കി ഇവർ സത്യസന്ധമായിട്ട് ഇവിടെ കേരളം ഭരിക്കുന്നൊന്നും പിണറായി വിജയനും മറ്റുള്ളവരൊന്നും ഭരിക്കില്ല. അവർക്ക് തൊട്ടാൽ കക്കണം. നാട്ടുകാരുടെ മുതൽ മൊത്തം എടുത്തിട്ട് വരണം. നേരത്തെ പിണറായി വിജയൻ എന്ന ആൾ പണയത്തിൻ്റെ ആളായിരുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളാണ്. അമേരിക്കയിൽ ചികിത്സൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് അവിടെ പണം സമ്പാദിക്കാനാണ്. അവിടുത്തെ ഡിപ്പോസിറ്റിലാണ് എല്ലാവരെയും ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മൊത്തം പണമുള്ളത്. ഏത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്താലും ആ ദേവസ്വം ബോർഡിനെ കുളമാക്കി തനിക്കാക്കി വടക്കാക്കുന്ന പരിപാടിയാണ് CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SIT കേസ് സത്യസന്ധമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നുള്ള നടപടി ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. അവരെ തെറ്റ് ചെയ്യുന്നവരെ തുറങ്കലിൽ എല്ലാവരും അടച്ച് സത്യസന്ധമായി സ്വർണ്ണങ്ങളെല്ലാം അയ്യപ്പൻ്റെ വിഗ്രഹം ദ്വാരപാല ശില്പം എല്ലാം അവിടെ എത്തിക്കുന്നതിന് വേണ്ട നടപടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്, എന്നാൽ മാത്രമേ നാട്ടുകാർക്ക് ഇവരെ കള്ളന്മാരെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നും ഒരിക്കൽ പറഞ്ഞുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക.